ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവയിലെ അദ്ദറസു ഇശ്റൂൻ 20ാമത്തെ പാഠം. 20ാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഇവിടെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? എൻവലോപ്പ് അല്ലേ? എൻവലോപ്പ്, കത്തുകൾ അയക്കുന്ന കവറാണ്. അപ്പോൾ ഇതിന് അറബിയിൽ എന്താ പറയുക? അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണെന്ന് നോക്കിയാലോ? നമ്മൾ അറബിയിൽ ഇതിന് പറയുക ലർഫ്. ലർഫ്, ലോ, തോ, ലോ. തോ പുള്ളിയില്ലാത്തത്, പുള്ളി വരുന്നത് ലോ. നമ്മൾ സോദ് ലോദ് പഠിച്ചിരുന്നു, മാറിപ്പോരുത്. തോ, ലോ. അപ്പോൾ ലോ, ലർഫ്, ലോ, ലർഫ്. മനസ്സിലാക്കുക. തോ എഴുതുന്ന പോലെ തന്നെ ആദ്യം ഇതിടുക, പിന്നെ അലിഫിടുക, ഫത്തഹ്, പുള്ളി. ഓക്കെ, ലർഫ്. ഓക്കെ, നമുക്ക് താഴെ ലോ വ്യത്യസ്ത ഹർക്കത്തോട് കൂടി വരുന്നത് വായിച്ചാലോ? ലഅബുൻ, ലഅബുൻ, ലോ, ലഅബുൻ. ലുബാത്തുൻ, ലുബാത്തുൻ, ലുബാത്തുൻ. ലിബാഉൻ, ലിബാഉൻ. ഹലറുൻ, ഹലറുൻ. ലാഹിറുൻ, ഹുലൂലുൻ, ഹുലൂലുൻ. നളീറുൻ, നളീറുൻ. അപ്പോൾ ലോ, ലു, ലി, ല്. ലോ നീട്ടാൻ വന്നു, ലൂ വന്നു, ലീ അല്ലേ? മദ്ദക്ഷരങ്ങൾ വന്നു, അലിഫ്, വാവ്, യ. ഇത് നമുക്ക് താഴത്ത് വേർഡ്സുകൾ വായിക്കാം. ലോ, ലു, ലി, ല്. ഹൽ, ഹൽ. ലോ, ലൂ, ലീ, ലൻ, ലുൻ, ലീ. അടുത്തത് ലോ. അപ്പോൾ എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഇത് എഴുതുക, മുകളിൽ നിന്ന് അലിഫ് വരയ്ക്കുക, പുള്ളിയിടുക. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ എഴുതി നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തോ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറാതെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ലോ, 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 ലു, ലി, ല്. ഹൽ. മനസ്സിലാക്കട്ടെ. അക്ഷരങ്ങൾ, ഉച്ചാരണങ്ങൾ മാറുന്നത് ഫത്തഹ, കസറ, ലൊമ്മ ഒക്കെ വരുമ്പം വരുന്ന മാറ്റങ്ങൾ. അടുത്തത് നക്ര, വായിക്കാൻ നമുക്ക് വായിച്ചു കൊടുക്കാം. ലോ, ലു, ലി, ബൽ, ബൽ. ലോ, ലൂ, ലീ, ലൻ, ലുൻ, ലീൻ. ഒന്നും കൂടെ വായിക്കാം. ലോ, ലു, ലി, ബൽ. ലോ, ലൂ, ലീ, ലൻ, ലുൻ, ലി. ഇനി താഴെ തന്നത് എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ച അലിഫ് മുതൽ ലോ വരെയുള്ള അക്ഷരങ്ങൾ ഓർഡറിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? അലിഫ്, റാ, ഹ, താ, ഹ, ജീമ്, ബാ, ദാല്, ലാല്, സാ. സീന്, സോദ്, ലോദ്, സായി. ഷീന്, തോ, ലോ. അപ്പോൾ നമ്മൾ അലിഫ്, ബാ, താ അങ്ങനെ ഓർഡറിലല്ലേ ഇടവിട്ടിട്ടൊക്കെയാണ് തന്നത്. അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? നമുക്ക് മുമ്പ് പഠിച്ചതൊക്കെ നമ്മൾ ഓർത്തെടുക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വായിക്കാം. അടുത്തത് എന്താണ്? ഖുർആനിന്ന് ലോ വന്ന ഒരു ചെറിയ ആയത്തിൻ്റെ ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലോ വന്നത് എന്താണ്? വനുദ്ഖിലുഹും ലില്ലൻ ലൊലീല, വനുദ്ഖിലുഹും ലില്ലൻ ലൊലീല. പിന്നെ ലാ തളിലിമൂന വലാ തുലുലമൂൻ, ലാ തളിലിമൂന വലാ തുലുലമൂൻ. അപ്പോൾ ല്, ല്. ഇവിടെ ലി, ലോ ഒക്കെ വന്നത് മനസ്സിലാക്കട്ടാ. വനുദ്ഖിലുഹും ലില്ലൻ ലൊലീല, ലാ തളിലിമൂന വലാ തുലുലമൂൻ. നമുക്ക് 20ാമത്തെ പാഠമായിട്ട് വന്ന അതിൻ്റെ വർക്ക് ലൊർഫ് അല്ലേ? ലൊർഫിൻ്റെ വർക്ക് മനസ്സിലാക്കാം, എഴുത്ത് രീതി.
എന്നിട്ട് നമുക്ക് നിറം നൽകാം അല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ 1 എന്നത് എഴുതുക, എന്നിട്ട് അലിഫ് ഇടുക, 2 കേട്ടോ, പിന്നെ പുള്ളിയിടുക. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കിതിന് റെഡ് കളർ കൊടുക്കാം. പിന്നെ അത് ഗ്രീൻ എഴുത്ത് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ഗ്രീൻ കൊടുക്കാം. അപ്പോൾ എഴുത്ത് രീതി ഇതിനെ കൂടെ തന്നെ മനസ്സിലാക്കുക. ലോ. ഇനി എന്താണ് നുക്മിലുൽ ഖാനാത്ത്, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ അലിഫ് ബാ മുതൽ തോ വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഓർഡറിൽ എഴുതി കൊടുക്കണം. അലിഫ് മുതൽ തോ വരെ. അപ്പോൾ ഇവിടെ നമുക്ക് അലിഫ് ബാ തന്നിട്ടുണ്ട്. ഇനിയോ അപ്പോൾ അലിഫ് ബാ താ സാ, പിന്നെ ജീമ് ഹ ഹ, പിന്നെ ദാല് ദാല്. ദാല് ഇവിടെ എഴുതുക, ദാല് ഇവിടെ ഉണ്ട് അല്ലേ, ദാല്. പിന്നെ റാ സായി, പിന്നെ സീന് ഷീന്, സോദ് ലോദ് തോ. അപ്പോൾ നമ്മളത് തോ വരെയാണ് കഴിഞ്ഞ പാഠത്ത് പഠിച്ചത്. ഇതിലാണ് നമ്മൾ ലോ പഠിച്ചത്. അപ്പോൾ അത് തോ വരെ ഓർഡറിൽ ഓർത്ത് എഴുതുക. ഇനി നിറം നൽകണം. ഏത് റൗണ്ടിലാണ്? ലോയിൻ്റെ റൗണ്ടിൽ അല്ലേ. അപ്പോൾ ഇതിലും നൽകാം, ഇതിലും നൽകാം ലോ. മനസ്സിലായില്ലേ? പിന്നെ ബാക്കി അക്ഷരങ്ങൾ തോ ആണ്, സീനാണ്, തോ ആണ്, ഷീനാണ്. അപ്പോൾ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു നോക്കുക കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? നക്തുബുൽ ഹർഫ് അവ്വൽ മിനൽ കലിമാത്തി. എന്താണ്? താഴെ തന്ന വേർഡ്സ് ഉണ്ട് ഇവിടെ, സൊബർ. അപ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരം സ്വാദ്. ഇനി അടുത്ത് ലൊർഫുൽ ആദ്യത്തെ അക്ഷരം ലോ. അപ്പോൾ അത് എഴുതുക. പിന്നെ സിത്തറിൻ്റെ ആദ്യത്തെ അക്ഷരം സീന് എഴുതുക. പിന്നെ ജിസ്മുൽ ആദ്യത്തെ അക്ഷരം ജീമ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം അല്ലേ, ജീമ്. അടുത്തതാ ലോ ഉൻ ആദ്യത്തെ അക്ഷരം, ലോ ഉനിൽ ആദ്യത്തെ അക്ഷരം ലോദാണ്. അപ്പോൾ അത് എഴുതാം. പിന്നെ ഷുർബുൻ ആദ്യത്തെ അക്ഷരം ഷീനാണ്, ഇവിടെ സീന്, ഇവിടെ ഷീന്. അപ്പോൾ അതങ്ങനെ വേർഡ്സുകൾ നോക്കി തന്നാൽ നമുക്കതിൽ ആദ്യത്തെ അക്ഷരം, അപ്പോൾ അത് എടുത്തെഴുതുമ്പം ജീമും ഹും അതെങ്ങനെ എഴുതുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അടുത്ത വർക്ക് എന്താണ്? നമുക്ക് ഇവിടെ താഴെ തന്നത് ഉദാഹരണത്തിലേതുപോലെ പൂർത്തിയാക്കണം. ഇവിടെ ബ ബാ ബൻ ബു ബൂ ബുൻ ബി ബി ബിൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി കൊടുക്കണം? ജാ തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ചേർത്ത് എഴുതുന്ന അറിയില്ലേ, ജൻ. പിന്നെ ജു. അപ്പോൾ ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, ജു. പിന്നെ ജൂ, പിന്നെ ജുൻ. അപ്പോൾ ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, ജുൻ. പിന്നെ ജി യാ അതിലൂടെ കൂട്ടി എഴുതണം, ജി. പിന്നെ ജിൻ 2 തൻവീൻ കസറ ഇടുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ എഴുതുക. ഇനി അതുപോലെ ദാലാണ്. ദാൽ എഴുതുമ്പം അതിനോട് ചേർത്ത് എഴുതാതെയാണ് അലിഫ് ഇടുക. ദൻ ദൂ അതിനോട് ചേർത്താതെ വാവ് എഴുതുക. അതുപോലെ ദീന്ന് എഴുതുമ്പോൾ അതിനോട് ചേർത്താതെ യാ എഴുതുക. ദീന്ന് എഴുതുമ്പോൾ ദാൽ എഴുതുക, പിന്നെ അതിൻ്റെ അടുത്ത് യാ ദീ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. ഇനി സായും അതിനോട് ചേർത്ത് എഴുതൂല. അപ്പോൾ അതും ഇതുപോലെ സീ എന്നതൊക്കെ ചേർത്തിട്ട് അതുപോലെ എഴുതുക. വാവും അതിനോട് ചേർത്ത് എഴുതൂല, മനസ്സിലാക്കുക. അടുത്തത് ഷ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാം അതിലൂടെ ചേർത്ത് എഴുതുക. മനസ്സിലായില്ല? അലിഫ് അതിലൂടെ എഴുതാം. ഷൻ, പിന്നെ ഷുൻ, ഷിൻ. അപ്പോൾ അതൊക്കെ ഇതിൽ മേലെ തന്നതുപോലെ തന്നെ ഹർക്കത്തുകളോ നീട്ടാൻ വരുന്നതിനും ഒക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ അത്
മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കുക. ലോ ഉണ്ട്, പിന്നെ തോ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കുക. ഇനി അടുത്ത എന്താണ്, നമുക്ക് നക്തൂബ് എഴുതാനാണ്. എന്താണ് ഇവിടെ വന്ന വേർഡ്സ്? ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. ലോഹിറുൻ, ലോഹിർ. അപ്പോൾ ഇവിടെ 3 കള്ളിയുണ്ട്, 1 2 3 അങ്ങനെ നമ്പർ പ്രകാരം മുകളിലേക്ക് എഴുതുക. ലോഹിറുൻ പറഞ്ഞ് അതുപോലെ തന്നെ എഴുതുക. പിന്നെ ഹുലൂലുൻ, ഹുലൂലുൻ, ഹുലൂലുൻ. അപ്പോൾ അതുപോലെ എഴുതുക. പിന്നെ അടുത്തത് എന്താണ്, നെലീറുൻ, നലീറുൻ, നെലീറുൻ. അടുത്ത് ലിബാഉൻ, ലിബാഉൻ, അതും അതുപോലെ. അപ്പോൾ ഇത്രയും വർക്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാർക്കൊക്കെ ഇട്ടുതരില്ലേ. അപ്പോൾ അതൊക്കെ വൃത്തിയിൽ ചെയ്യുക. ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെ നന്നാക്കുക. എഴുത്ത് രീതികളും അക്ഷരത്തിൻ്റെ എഴുത്ത് രീതിയും ലിപിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. മുകളിൽ നീട്ടാൻ മധ്യക്ഷരങ്ങൾ ചേർത്ത് നമ്മളിത് പൂർത്തിയാക്കിയതും ഫതഹ് തൻവീൻ ഇട്ടതും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അത്രയുമാണ് 20ാമത്തെ പാഠമായ ലൊർഫിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും വീഡിയോയിലൊക്കെ തെറ്റുകളൊക്കെ പെട്ടുപോകാം. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.